ഹലോ മച്ചാമാരെ, മെറ്റൽ സ്പാർക്കാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈറ്റാണ് കേട്ടോ. സൈറ്റ് പറഞ്ഞത് അങ്കമാലിയിലാണ്. അങ്കമാലി തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് മൊത്തം ACP ചെയ്യാനാണ് കേട്ടോ. അതേപോലെ തന്നെ ആ മുകളിൽ കാണുന്ന ഓപ്പൺ ഡ്രസ് ഉണ്ട്, അവിടെയും ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ACP ആണ് നമ്മൾ ചെയ്യണത്. നമ്മൾ 10 years വാറൻറ്റി ഉള്ള ACP ഷീറ്റാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ താഴത്തേക്കുള്ള വർക്കിൻ്റെ ഫ്രെയിമൊക്കെ ഓൾമോസ്റ്റ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആൾ കുറവായിരുന്നു പറഞ്ഞത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് വീഡിയോകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പണിയണത് കുറവാണ്. എല്ലാം പണി കഴിഞ്ഞിട്ട് കുറച്ച് എടുക്കണ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴത്തെ ഫ്രെയിമിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ പൈപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോളോൻ്റെ ട്യൂബ്സ് ആണ് നമ്മൾ ഇതിനകത്ത് എടുത്താക്കണത്. അപ്പോളോൻ്റെ 2.5 ട്യൂബാണ് നമ്മൾ എടുത്താക്കണത്. അതേപോലെ തന്നെ പർലിങ്സിനായിട്ട് നമ്മൾ എടുത്താക്കണത് 1.25 ട്യൂബാണ്. അപ്പോളോ തന്നെ എല്ലാവരും അപ്പോളോ ഉണ്ട്. അപ്പോളോ 16 kg ട്യൂബാണ് നമ്മളെല്ലാം എടുത്താക്കണത്. അപ്പോൾ താഴത്തെ ഫ്രെയിം വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടപ്പോൾ നമ്മൾ മേളിലോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോളടിച്ച് പട്ടയൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെയും മേളിലും ചെയ്തെടുക്കണം. ഇവിടെയും ACP തന്നെയാണ് നമ്മൾ ചെയ്യണത്. 3mm ACP ഷീറ്റാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഫോർമാൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്യണത് ACP. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്ക് നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം മേളിലത്തേൻ്റെയും ഫ്രെയിമൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രെയിമൊക്കെ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ 4 അടിക്കാണ്ട് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്താക്കണത്. എന്ന് വെച്ചാൽ ACP ഷീറ്റിൻ്റെ സൈസ് വന്നത് 4 അടിയാണ് സൈസ് വന്നത്. നമുക്ക് ലെങ്ത്ത് നമുക്ക് 8 അടി 10 അടി 12 അടി അങ്ങനെ കിട്ടും കേട്ടോ. വിട്ട് പറഞ്ഞത് 4 അടിയാണ്. അപ്പോൾ നമ്മൾ ആ 4 അടിക്ക് ഷീറ്റ് ജോയിൻറ്റ് പറഞ്ഞ രീതിക്ക് നമ്മൾ പൈപ്പ് എല്ലാം ഇട്ടിരുന്നിട്ടാണ്. അപ്പോൾ ഇനി പെയിൻറ്റിങ് കൂടി ഉള്ളു. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഷീറ്റ് നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അടിച്ചാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് പ്രൈമറാണ് നമ്മൾ ആദ്യം അടിച്ചാക്കണത് കേട്ടോ. ആദ്യം നമ്മൾ വൈറ്റ് പ്രൈമർ തന്നെ കൊടുത്ത് ജെമ്മിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താക്കണത് എയറോലാക്കിൻ്റെ സാറ്റിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റാണ് കേട്ടോ. ഇനാമിൽ അത് നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക്. ആ ഒരു വൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരു കോട്ടിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക്. എയറോലാക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത പക്ഷേ എയറോലാക്കിൻ്റെ ഈ പെയിൻറ്റ് നമുക്ക് നല്ലോണം നിൽക്കണം കേട്ടോ. കളർ നല്ല കളറാണ്. അടിച്ച് കഴിയുമ്പോഴേ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഫ്രെയിമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് കണ്ട് താഴത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് നമ്മൾ പൊട്ടിച്ച് കളയും. ലാസ്റ്റ് ആ സ്റ്റേ ആയിട്ട് കൊടുത്താക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ ആ ഷീറ്റ് കാണുന്ന സ്ഥലവും നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ചെയ്യണമില്ല, അത് വീഡിയോയിലുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഷീറ്റ് കാണുന്ന ഭാഗം മുഴുവൻ നമ്മൾ ACP വെച്ചിട്ട് അതിന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാനില്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈറ്റ് ACP ആണ് ഇട്ടാക്കണത് നമ്മളതിനകത്ത്. അതേപോലെ തന്നെ ആ ബാക്ക് സൈഡ് നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ആ ഷീറ്റ് കാണുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ബാക്കിൻ്റെ ഷീറ്റ് കണ്ടിരുന്നത് അതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ACP തന്നെ റൂട്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത് റൂട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ACP ഷീറ്റ്. ബാക്ക് സൈഡും ബാക്കിലോട്ട് പിന്നെ ഷീറ്റ് കാണും. കുറച്ച് സൈഡ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു നമ്മൾ ഷീറ്റൊക്കെ വെച്ച് ഫുള്ള് കവറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും നമ്മൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ കെയറിൽ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.